ബിഷപ്പ് ഹൌസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി രംഗത്തെത്തി. പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പാലാ അരമനവകയുടെ സ്ഥലത്താണ് ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം മാന്തിയപ്പോഴാണ് 2 വിഗ്രഹങ്ങളും സോപാനക്കല്ലും കണ്ടത്. പിന്നാലെ ഇത് ശിവലിംഗമാണെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശപ്പെട്ടു. കണ്ടെത്തിയ വിഗ്രഹങ്ങൾ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി അഭിപ്രായപ്പെട്ടു. വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായും സമീപത്തുള്ള എല്ലാവർക്കും ഇക്കാര്യങ്ങൾ അറിയാമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അവകാശപ്പെട്ടു. കൂത്താപ്പാടി ഇല്ലം വകയായിരുന്നു ക്ഷേത്രം. ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെടുകയായിരുന്നുവത്രേ. സമീപത്തുള്ള എല്ലാവർക്കും നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായി അറിയാമെന്നും നാമാവശേഷമായ രീതിയിലായിരുന്നു ക്ഷേത്രമുണ്ടായിരുന്നത് എന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. കാലക്രമേണ ഈ ഭൂമി ചില കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തെന്നും പാട്ടത്തിനെടുത്തവർ പിന്നീട് കയ്യേറ്റം നടത്തുകയായിരുന്നുവെന്നും ഈ രീതിയിൽ കയ്യേറിയവരാണ് പാലാ ബിഷപ്പ് ഹൌസിന് ഈ ഭൂമി വിൽപ്പന നടത്തിയതെന്നുമാണ് ഇവരുടെ ആരോപണം. ഇവിടെ ബലിക്കല്ലും പീഠവും കിണറും മറ്റുമുണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപവാസികൾ പറയുന്നു. തേവർപുരയിടമെന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നതെന്നും അവർ പറയുന്നു. അതേസമയം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലവിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും പറഞ്ഞു. ഹൈന്ദവ ആചാരപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായം ചെയ്യുമെന്ന് പാലാ അരമന വ്യക്തമാക്കി. സംഭവസ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനയ്ക്കൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. ഇവിടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു 100-200 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഒരു 100 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു. അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം, അതിൻ്റെ തറയില്ല, വിഗ്രഹങ്ങളില്ല, അങ്ങനെ ഇതിന് അവസ്ഥയിലായിരുന്നു. ഇന്നലെ ഇവിടെ JCBക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള എല്ലാവർക്കും, ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് അറിയാം. ഇതിന് ചുറ്റും കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്ന ക്ഷേത്രം എല്ലാവരുടെയും അവഗണന കൊണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണന കൊണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുമായിരുന്നു. ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനെടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചതും. പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ, ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം, അത് ശിവലിംഗമാണ്. അത് 2 കേടുപാട് പറ്റിയിട്ടുണ്ട്, അത് 2ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു നിയോഗം പോലെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു താമ്പൂല പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ വടകര ശ്രീനാഥ് പണിക്കർ, ചോറോട് ശ്രീനാഥ് പണിക്കർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് JCB കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു. സമീപവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു, നിങ്ങൾ വരണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു. ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ, ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വരും ദിവസങ്ങളിൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിന് അതിൻ്റെ ആചാര്യന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച്, ഇതിപ്പോൾ ഇത് കയ്യേറിയിരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തോടു കൂടി അവരുമായിട്ട് ആലോചിക്കണം. കൂടിയാലോചനയ്ക്ക് ശേഷം അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കും.